53 വയസ്സാണ് പ്രായം. ആദ്യ വിവാഹമാണ്. അച്ഛനില്ല, അമ്മയും പെൺകുട്ടിയുമാണ്. എന്തുകൊണ്ടെന്നല്ലേ 53-ാമത്തെ വയസ്സായിട്ടും വിവാഹം നടക്കാത്തത് എന്ന് പല പല കാരണങ്ങളുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അച്ഛൻ, അമ്മ, ഈ കുട്ടി അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. പല പല സാഹചര്യങ്ങൾ കൊണ്ടും ആ നല്ല പ്രായത്തിലൊന്നും വിവാഹാലോചന നോക്കിയില്ല. അച്ഛൻ്റെ മാത്രം വരുമാനമായിരുന്നു കുടുംബത്തിൽ. പിന്നെ അമ്മയും ഈ കുട്ടി. ഇതിന് വിദ്യാഭ്യാസം കുറവായിരുന്നു പെൺകുട്ടിക്ക്. അപ്പോൾ അക്കാലത്തൊന്നും ഒരു ജോലി കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇനി ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള കോഴ്സുകളൊക്കെ തേടിപ്പോയി. ഞാൻ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് ജോലിയുടെ പുറകെയൊക്കെ അന്വേഷിച്ച് പോയി. പ്രായം പോയിക്കൊണ്ടിരുന്ന അറിഞ്ഞില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്ക് വെച്ച് അച്ഛൻ മരണപ്പെട്ടപ്പോൾ പിന്നെ അമ്മയും മോളും ആയപ്പോൾ പിന്നെ അവിടെ കാര്യമായിട്ട് വിവാഹാലോചന നോക്കാനും ആരുമില്ലായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ. പെട്ടെന്ന് മോള് വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് എന്തുകൊണ്ടോ രണ്ടുപേരും പരസ്പരം ഒരുമിച്ചങ്ങ് ജീവിച്ചു വന്നു. പക്ഷേ വീണ്ടും അമ്മയ്ക്ക് പ്രായമായി വരുന്നു, ഈ കുട്ടിക്കും പ്രായമാവുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഒരു ബോധ്യം വന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു ജോലിയും കൂടെ ഇതിനോടകം തന്നെ ഗവൺമെൻറ് സർവീസിൽ ആൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പങ്കാളിയെ തേടുന്നുണ്ട്. ഭാര്യ മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ഒക്കെ ആയ, ആദ്യ വിവാഹത്തിലുള്ളതോ ആയ, പ്രായം കൂടിയ 53 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലുമൊക്കെ കാണും, അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ പുരുഷന്മാർ അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ ഡിവോഴ്സായി പോയി നിങ്ങളുടെ ആ ഒരു പ്രായത്തിൽ, ഇല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടത്, ഇതൊന്നുമല്ല. ഇതുപോലെ പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ വിവാഹമേ നടന്നിട്ടില്ല, പ്രായം കഴിഞ്ഞു പോയി. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും, മെസ്സേജ് ചെയ്യും. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.